ഹലോ. അപ്പോഴേ ദേ ഇന്നും ബീഫൊക്കെ ആയിട്ടാ വന്നേക്കണമെന്ന് ആരും കരുതണ്ട കേട്ടാ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ബീഫും ചിക്കനും കയറി പിടിച്ചേക്കണല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ കൂടുതലായിട്ട് പോണ ബീഫും ചിക്കനും തന്നെയുണ്ടാ. പിന്നെയെന്ന് വെച്ചാലേ എപ്പോഴും ഒരേ ടേസ്റ്റിൽ തന്നെയല്ല കേട്ടോ നമ്മൾ കൊടുക്കണത്. മാറ്റി മാറ്റിയുള്ള ടേസ്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമർക്ക് എപ്പോഴും ഒരേ ടേസ്റ്റ് ആകുമ്പോഴേ അവർക്കൊരു മടുപ്പാവും. ഇതാകുമ്പോൾ പല പല ടേസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്ടി കാശും വീഴും, അവർക്കൊരു സന്തോഷവും ആവും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ എന്നോട് പറയും, ചേച്ചി ഇന്നലെ വീഡിയോയിൽ ഇട്ട പോലെ പെരട്ട വരട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് പോരട്ടെ എന്ന് പറയട്ടാ. ഞാനിങ്ങനെ ചെറുപറ വർത്താനവും പറയുന്നുണ്ട്, ഇതിങ്ങനെ ഇളക്കി കൂട്ടുന്നുണ്ട്. ഇത് എന്ത് സാധനമാണ്, എന്താണ് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വല്ലതും മനസ്സിലാണ്. ഇത് കൂർക്കയും ബീഫാണ്ടാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടൂർ പോയപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മസാല ചേർത്തുന്ന എന്തെങ്കിലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇല്ലേ 2 ദിവസത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോ. അപ്പോൾ ഇതിൽ മസാല ചേർക്കണതും എന്തൊക്കെ സാധനമാണെന്നൊക്കെ ഉള്ളതൊക്കെ അറിയാൻ പറ്റട്ടെ. പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.